ഗർഭപാത്രത്തിൻ്റെ ആമണത്തിൻ്റെ കോശങ്ങൾ ഗർഭപാത്രത്തിൻ്റെ വെളി വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അവിടെ നമ്മുടെ ഒരു ഇമ്മ്യൂൺ പ്രവർത്തനത്തിൽ തകരാറുണ്ട്. നമുക്കറിയാം എൻഡോമെട്രിയോസിസ് ട്യൂബ് ഓവറിയിൽ നിന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുക, ഓവറിക്ക് വീക്കം വരിക, അത് നമ്മുടെ ക്വാളിറ്റി അഫക്റ്റൊക്കെ ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തിട്ടും ഫലം കിട്ടാത്ത കേസുകളിൽ ഇമ്മ്യൂൺ പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് വളരണമെന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ കില്ലർ സെൽസിൻ്റെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അല്ലാത്തൊരു കോശങ്ങൾ അവിടെ വളരുമ്പോൾ ഈ നാച്ചുറൽ കില്ലർ സെൽസാണ് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ തരുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഭ്രൂണത്തിന് അവിടെ ധൈര്യമായിട്ട് പറ്റിപ്പിടിച്ച് വളരാൻ സഹായിപ്പിക്കുന്നത് ഈ നാച്ചുറൽ കില്ലർ സെൽസാണ്. അപ്പോൾ ഈ ടി സെൽസുകൾ നാച്ചുറൽ കില്ലർ സെല്ലിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കും. അപ്പം ഈ എൻഡോമെട്രിയോസിസിൽ നമ്മുടെ ടി സെല്ലുകളുടെ പ്രവർത്തന വൈകല്യം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ തൈമസ് ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് തൈമോസിൻ. ആ തൈമോസിൻ എന്ത് ചെയ്യും? ടി സെൽസിനെ കാം ഡൗൺ ചെയ്യും. ടി സെല്ലിനെ കാം ഡൗൺ ചെയ്യുമ്പോൾ ടി സെല്ലുകൾ പിന്നെ നാച്ചുറൽ കില്ലർ സെല്ലിനെ കുറച്ച് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. കാരണം ഈ ടി സെല്ലുകളുടെ പ്രവർത്തന വൈകല്യമാണ് നാച്ചുറൽ കില്ലർ സെല്ലിനെ എഫക്റ്റ് ചെയ്യുന്നത്. എൻഡോമെട്രിയോസിസിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ കില്ലർ സെല്ലിൻ്റെ പ്രവർത്തനം ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഈ തൈമോസിൻ ടി സെല്ലിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന വഴി നാച്ചുറൽ കില്ലർ സെൽസിന് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ സിവിയർ എൻഡോമെട്രിയോസിസിൽ സാപ്രോസ്കോപ്പി ആയിട്ടും ഫലപ്രദമാകുന്നില്ലെങ്കിൽ ഈ തൈമോസിൻ എന്ന് പറഞ്ഞ മോളിക്യുലർ സഹായകരമാണ്. അപ്പം റിക്കറൻ്റ് ആയിട്ടുള്ള IVF ഫെയിലിയറിലും റിക്കറൻ്റ് ആയിട്ടുള്ള അബോർഷനുകളിലും ഈ തൈമോസിൻ മോളിക്യുലർ സഹായകരമാണ്. ഇതൊരു പ്രോമിസിങ് മോളിക്യൂളാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസ്, തുടരെയുള്ള IVF ഫെയിലിയറിൽ അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ടുള്ള അബോർഷനുകളിലൊക്കെ, റിക്കറൻ്റ് ആയിട്ട് അബോർഷൻ നമ്മൾ ആരോഗ്യമുള്ള എംബ്രിയോ ആണെന്ന് കൺഫേം ചെയ്തിട്ട് വേണം. ആരോഗ്യമുള്ള എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു മോളിക്യൂൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.